പറഞ്ഞു തരിക. സാധാരണക്കാരന് അതുമായി താതാത്മ്യം പ്രാപിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് വാൽമീകി പറയുക. ധർമ്മം എന്താണെന്നറിയുന്നത് ശ്രീരാമൻ്റെ ജീവിതം നോക്കൂ. വിഗ്രഹം പൂണ്ട ഒരു മനുഷ്യാകാരം പൂണ്ട ധർമ്മമാണ് ഈ രാമൻ എന്നർത്ഥം. മനസ്സിലായോ? മഹാഭാരതം മറ്റൊരു ഇതിഹാസമാണ്. ആ ഇതിഹാസത്തിലും ധർമ്മത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ്. അധർമ്മമാർഗത്തിലൂടെ, അന്യായമായ മാർഗത്തിലൂടെ പാണ്ഡവരുടെ രാജ്യവും അവരുടെ എല്ലാം തട്ടിപ്പറിച്ച് അവരെയൊക്കെ കാട്ടിൽ പറഞ്ഞയച്ച് അങ്ങനെ സുഖാവാന്ന് വിചാരിച്ചു. അവർ എല്ലാം ഉണ്ടാക്കി കൗരവർ, പക്ഷെ സുഖം മാത്രം ഉണ്ടായില്ല. എന്നാൽ ധർമ്മത്തിലൂടെ എല്ലാം നേടി സുഖമായിരിക്കാമെന്ന് വിചാരിച്ചു പാണ്ഡവർ. അങ്ങനെ അവർ ധർമ്മത്തെ അനുഷ്ഠിച്ചു. ധർമ്മത്തിന് വേണ്ടി അവർ എത്ര ക്ലേശം സഹിച്ചു അല്ലേ? ക്ലേശം സഹിച്ചു. 13 വർഷം, 12 വർഷം, പിന്നെ അജ്ഞാതവാസം 1 വർഷമൊക്കെ കഴിച്ചു അല്ലേ? അങ്ങനെ അവർ തിരിച്ചു വന്നു. അവർ രാജ്യം കൃഷ്ണഭഗവാനെ ആശ്രയിച്ചു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വിജയിച്ചു. രാജ്യം കിട്ടി. പക്ഷേ പാണ്ഡവരൊക്കെ ദുഃഖിതരായി. അവർക്കും കിട്ടിയില്ല. എന്താ കാരണം? ഭാരതത്തിൽ ധർമ്മത്തെക്കുറിച്ച് വേദവ്യാസ മഹർഷി പറഞ്ഞിരിക്കുന്നത് അർത്ഥകാമങ്ങൾക്ക് വേണ്ടി ധർമ്മം നേടാനാണ്.